ഹലോ ഗായ്സ്, നമ്മളിന്ന് കൊട്ടിയൂർ പോവാണേ. അപ്പോൾ എൻ്റെ മോളുണ്ട് അപ്പുറം ബേബി ഇതാ. അങ്ങനെ നമ്മൾ കൊട്ടിയൂരെത്തിയിട്ട് നമ്മൾ ആ പാലത്തിലേക്കൂടി നടന്നു പോകാം. ഈ കൊട്ടിയൂർ അമ്പലം എന്ന് വെച്ചാൽ പ്രത്യേക ഒരു വൈബല്ലേ. ഈ വെള്ളത്തിൻ്റെ ഒച്ചയും നമ്മൾ ആ വെള്ളത്തിലേക്കൂടി നടക്കുന്ന ഒരു ആ മൊമെൻറ്റും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഈ അമ്പലത്തിന് കുറേ മാറ്റങ്ങൾ വന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മലയാളീസിനെക്കാട്ടും ഇപ്പം വരുന്നത് കൂടുതലായിട്ട് കന്നഡക്കാരും തമിഴന്മാരുമാണ്. നമ്മൾ പോയ ടൈം ഭയങ്കര തിരക്കിയിരുന്നു. നമ്മളവിടെ ഒരു 7:30-8 മണിയാകാനാകുമ്പോൾ എത്തിയത്. ഫുൾ തിരക്കായിട്ട് 1 മണിക്കൂറൊക്കെ നമ്മൾ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു ലൈന്. എന്നിട്ടാണ് നമുക്ക് പ്രസാദം കിട്ടിയത്. പക്ഷേ നമുക്കൊരു നല്ല കാര്യം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ശീവേലി കാണാൻ പറ്റി. അതായത് ആന ഈ കൊട്ടിയൂർ അമ്പലത്തെ ചുറ്റി നടക്കുന്നത്. അതൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഞാനിവിടെ കൊട്ടിയൂർ അമ്പലത്തിൽ വരാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ശീവേലി കാണേണ്ട ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം നടന്ന് എന്ത് രസമാണെന്നറിയാമോ. ആ ആന വെള്ളത്തിലേക്കൂടി ഇങ്ങനെ അമ്പലം ചുറ്റുന്നത് കാണാൻ. ശീവേലി ഇറങ്ങുന്ന സമയം തന്നെ അമ്പലത്തിൻ്റെ വെള്ളത്തിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ശീവേലിക്ക് സമയമായി. അപ്പോൾ എല്ലാവരും ഓടി കരയ്ക്ക് കയറി. നല്ലൊരു ഭയങ്കര രസമാണ്. നെക്സ്റ്റ് നമ്മുടെ പരിപാടി ഷോപ്പിംഗ് ആണ്. അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂരുണ്ട്. നമ്മൾ ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് അക്കരെ കൊട്ടിയൂർ പോയിട്ട് തൊഴുത് കുറേ വാങ്ങിച്ച് നമ്മൾ ഷോപ്പിങ്ങിലേക്ക് കയറി. അവിടെ കുറേ സാധനങ്ങളുണ്ട്. അവിടെ നിന്ന് എടുക്കണ്ടെന്ന് ഒരു ഐഡിയയും ഇല്ല. എല്ലാം എടുത്ത് നോക്കി അവിടെ വെച്ച് അത് തന്നെ മെയിൻ പരിപാടി. അത് 2-3 മാത്രം സെലക്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അവിടെ നിന്ന് ചായയും കുടിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോഴേക്കും ഒരു 1:30 മണിയായി.